സ്മോൾ കൊണിയേഴ്സ് മുതൽ മക്കോ വരെയുള്ള എല്ലാ ടൈംഡ് ബേർഡ്സും നമ്മുടെ ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. മൂൺചീക്കിടി കൊണിയർ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു കൊണിയറാണ് കേട്ടോ ഈ മൂൺചീക്ക് കൊണിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെട്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴയ്ക്കൂറുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ് ജയിലിൻ്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മുകളിലായിട്ടാണ്. അപ്പം നമുക്കിന്ന് ഒരുപാട് ഇണങ്ങിയ ബേർഡ്സിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രീഡിംഗ് ബേർഡ്സും ഉണ്ട്. മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് ഇണങ്ങിയ ബേർഡ്സ് ആണ്. സ്മോൾ കൊണിയേഴ്സ് മുതൽ മക്കോ വരെയുള്ള എല്ലാ ബേർഡ്സും നമ്മുടെ ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതും ബെസ്റ്റ് പ്രൈസിലാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാങ്ങണമെന്നുള്ളൊരു വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. വെളിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുകയോ അഡ്വാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ആൽബിനോ ഫെററ്റിന്റെ ഒരു ബേബിയാണ് കേട്ടോ. മെയിൽ ബേബിയാണ്. അപ്പോൾ ഭയങ്കര ആക്റ്റീവും ഭയങ്കര കളിയാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരു പെറ്റായിട്ട് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന റൈറ്റാണ് നമ്മുടെ ഫെററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെയിൽ ബേബിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഒരു പേരുണ്ടായിരുന്നു, ഫീമെയിൽ ബേബി. മെയിൽ മാത്രമേ നമ്മുടെ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റുന്നൊരു ബ്രീഡാണ്. മെയിനായിട്ട് ഈ ക്യാറ്റിനെ വളർത്തുന്നവർക്ക് നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ വളർത്താൻ പറ്റും. മെയിനായിട്ടും ഉള്ള ഒരു ഫീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കന്, ബീഫ്, മുട്ട, അതുപോലെ തന്നെ ക്യാറ്റ് ഫുഡ്, ഇതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല പെറ്റായിട്ട് നമുക്ക് വാങ്ങി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. റെയറായിട്ട് കണ്ടുവരുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ഈ ഫെററ്റ് എന്നൊക്കെ പറഞ്ഞാൽ. ഫെററ്റിനകത്ത് തന്നെ ആൽബിനോ ഫെററ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ആൾ ഭയങ്കര ആക്റ്റീവാണ്. പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് ഭയങ്കരമായിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 52,000 രൂപയാണ് സിംഗിൾ പീസിന് വരുന്ന റേറ്റ്. ഒരു പീസിന് 52,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റെഡ് ഫാക്ടറി ജെൻഡായിക്കൊണ്ടാണ് കേട്ടോ. ബേർഡിനെ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള ബേർഡാണ് നമുക്ക് മനസ്സിലാവും. നല്ല ഹൈപ്പർ റെഡ് ആയിട്ടുള്ള ഒരു പേർ ജെൻഡായിക്കൊണ്ടാണ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്ലോസറിംഗ് ബേർഡാണ്. നല്ല ഹെവി സൈസ്, ഹെവി ക്വാളിറ്റി ബേർഡ്. അപ്പോൾ കൊണ്ടുവന്നവർക്ക് വേറെ തന്നെ ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക. ഓൾറെഡി അവന്മാർ നല്ല ബോണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ബേർഡാണ്. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിന് 13,000 രൂപയാണ്. ഏകദേശം മാർക്കറ്റിൽ 40-45,000 രൂപ വില ഉണ്ടായിരുന്ന ബേർഡാണ്. അപ്പോൾ ഇതിന് കൊടുക്കാതെ പ്രൈസ് പേരിന് 13,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ക്രിംസൺ ബില്ലേഡ് കൊണ്ട് പറഞ്ഞൊരു കിടിലം പേരാണ് കേട്ടോ. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളറാണ് പേര്. ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ പേര്. ഏകദേശം 4 വയസ്സോളം പ്രായമായ പെയിൻ്റായിട്ടുള്ള പേരാണ് കേട്ടോ. ഫോൺ പറഞ്ഞാൽ അടിപൊളി പേരാണ്. ക്വാളിറ്റിയാണ് ഇതിൻ്റെ മെയിൻ എടുത്ത് പറയാൻ പറ്റുന്നത്. നല്ല കിടിലം പേര് നമുക്കൊന്ന് വന്നിട്ടുണ്ട്. ടോട്ടൽ 2 പേര് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബേർഡുകളെ സെറ്റ് ചെയ്യാൻ നോക്കിയിരുന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 15,000 രൂപയാണ് വില വരുന്നത്. ഒരു പേർ 15,000 രൂപ. ഇന്ന് നമ്മുടെ ഒരുപാട് ഇണങ്ങിയ കിളികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്മോൾ കൊണിയേഴ്സ് മുതൽ മക്കോ വരെയുള്ള എല്ലാ ടൈംഡ് ബേർഡ്സും നമ്മുടെ ഇതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് പറഞ്ഞാൽ വളരെ റെയറസ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ബ്രീഡ് കൊണിയറാണ് മൂൺചീക്കിടി കൊണിയർ എന്ന് പറയുന്നത്. മൂൺചീക്കിടി കൊണിയറിന്റെ ഒരു ടൈംഡ് ആയിട്ടുള്ള ഒരു പെയർ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ മോങ്ങിന്റെ ഒരു ടൈംഡ് പെയർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് എക്ലസിന്റെ ഒരു ഫുള്ളി ടൈംഡ് ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേ പാരറ്റിന്റെ ഫുള്ളി ടൈംഡ് ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 3 വയസ്സോളം പ്രായമായ ഒരു ഫീമെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിന്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു 2 വയസ്സ് പ്രായ ഒരു ഫീമെയിൽ വന്നിട്ടുണ്ട്. ഇത്രയധികം ബേർഡ്സ് ആണ് നമുക്ക് ഫുള്ളി ടൈംഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിംസൺ ബെല്ലിയുടെ കൊണിയർ ടൈംഡ് വന്നിട്ടുണ്ട്. ഈ ആദ്യമായിട്ട് കാണപ്പെടുന്ന ഒരു ബേർഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എക്ലറ്റസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇവരുടെ മെയിൽ ഫീമെയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ കളർ വെച്ചിട്ടാണ്. ഇത് റെഡ് കളർ വരുന്നത് ഫീമെയിലും ഗ്രീൻ കളർ വരുന്നത് മെയിലും ആയിരിക്കും. വളരെ ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബേർഡാണ് നമ്മുടെ എക്ലറ്റസ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ബേർഡാണ്. വളരെ ഭംഗിയുള്ള ഒരു ബേർഡാണ് എക്ലറ്റസ് പാരക്കീറ്റസ് എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ മൂൺചീക്കിടി കൊണിയർ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു കൊണിയറാണ് കേട്ടോ. ഈ മൂൺചീക്ക് കൊണിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതിന്റെ ഒരു പെയർ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനായിട്ടുള്ള ഗ്രേ പാരറ്റ്, ഓൾഡിൽ തന്നെ ഏറ്റവും നല്ല ടോക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ബേർഡാണ് നമ്മുടെ ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രേ പാരറ്റിന്റെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാര്യമൊക്കെ പറയുന്ന ഒരു ഫീമെയിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ വാങ്ങി വളർത്താൻ പറ്റുന്ന ടോക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു ബേർഡാണ് നമ്മുടെ മോങ്ക് പാരക്കറ്റ്. ബ്ലൂ മോങ്കിന്റെ ഒരു പെയറാണ് നമുക്ക് ഇന്നത്തെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 10 മാസത്തോളം പ്രായമായിട്ടുണ്ട്. ഒരു പെയറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അതും അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു ബേർഡാണ്. വലിയ ഏവിയറി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇവരെല്ലാം കൂടെ ഫ്രീ ആയിട്ട് അഴിച്ചുവിട്ട് വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ ഓപ്പൺ ഏവിയറിയിലോ വലിയ ബേർഡുകളും ചെറിയ ബേർഡുകളെയൊക്കെ മിക്സ് ചെയ്തിട്ട് വളർത്താൻ പറ്റുമെന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഒന്നിച്ച് കിടക്കുന്നതാണ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല.
വളരെ സൈലന്റ് ആയിട്ട് എല്ലാവരും ഒന്നിച്ച് മിങ്കിൾ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാവർക്കും ഏകദേശം ഒരേ ഫീഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ചു വിട്ട് വളർത്താം. പുതിയതായിട്ട് ഈ ഏവിയറി സെറ്റപ്പും അതുപോലെ തന്നെ പാർക്കിലൊക്കെ ഇതുപോലെ വലിയ ഏവിയറി ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് അനുയോജ്യമായിട്ട് ടൈംഡ് ആയിട്ടുള്ള ബേർഡുകളാണ്. കൂടുതൽ ആൾക്കാരെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഉള്ള രീതിക്ക് സെറ്റായിട്ടുള്ള ബേർഡുകളാണ്. കാരണം കൊച്ചു കുട്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെയും കയ്യിലൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന രീതിക്ക് ടൈംഡ് ആയിട്ടുള്ള ബേർഡുകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറയുന്നത് യെല്ലോ ബിബിന്റെ ഒരു ടൈംഡ് ആയിട്ട് മെയിലാണ് കേട്ടോ. കഴിഞ്ഞ നമ്മൾ പേരിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട്. അത് ടൈംഡ് ചോദിച്ചിട്ട് നമുക്ക് ടൈംഡ് ആയിട്ടുള്ളൊരു മെയിൽ ബേർഡ് വന്നിട്ടുണ്ട്. ഏകദേശം 2 വയസ്സിന് മുകളിൽ പ്രായം ഫുള്ളി ടൈംഡ് ആയിട്ടുള്ളൊരു മെയിൽ ബേർഡാണ്. കളത്തിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ബേർഡാണ് യെല്ലോ ബിബിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ബ്ലാക്ക് ക്യാപിറ്റൽ ലോറിയുടെ ഏകദേശം ആ ഒരു സൈസും അതിൻ്റെ ഒരു മറിഞ്ഞും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റെയറസ്റ്റ് ലോറിയാണ് യെല്ലോ ബിബിൽ ലോറി എന്ന് പറഞ്ഞാൽ. ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് ടോപ്പ് ചെയ്യുന്ന ബേർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാങ്ങണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യുക. ഇതിന് വരുന്ന പ്രൈസ് 52,000 രൂപയാണ് സിംഗിൾ പീസിന്റെ വില വരുന്നത്. ഒരു പീസിന് 52,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു പേർ സൺകുണിയറാണ് കേട്ടോ. ഏകദേശം 2-2.5 വയസ്സോളം പ്രായമായ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഒരു പേരാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏരിയയിലൊക്കെ ആയിട്ട് വെറ്റായിട്ട് വളർത്താനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വളർത്താം. ബ്രീഡിംഗ് പർപ്പസ് ആയിട്ട് വേണമെങ്കിലും വളർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് പെറ്റായിട്ട് വളർത്താനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത്യാവശ്യം നല്ല രീതിക്കുന്ന ടൈംഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഏരിയയിലൊക്കെ ആയിട്ട് വളർത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ ഇരിക്കും. ആ ഒരു കണ്ടീഷനിൽ ഇണങ്ങിയ ബേർഡുകളാണ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് 14,500 രൂപയാണ് ഒരു പേരിന് വരുന്നത്. ഒരു പേര് 14,500. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒലീവ് സൈസൺ ലോറിക്കിറ്റാണ് കേട്ടോ. ഒലീവ് സൈസൺ ലോറിക്കിറ്റിന്റെ ഒരു പേരാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേരാണ് കേട്ടോ. ഒരു പേരല്ല, നമുക്കിപ്പോൾ ഒരു 3 പേരാണ് ഒലീവ് സൈസണിന്റെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസും നല്ല ക്വാളിറ്റി ഉള്ള ബേർഡുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം. ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ബേർഡുകളാണ്. DNA ഉണ്ട്, ക്ലോസിംഗ് ബേർഡാണ്. നല്ല ഹെവി സൈസ് ക്വാളിറ്റി ഒക്കെ ഉള്ള ബേർഡാണ് കേട്ടോ. അതിന് വരുന്ന പ്രൈസ് 36,000 രൂപയാണ് ഒരു പേരിന് വരുന്നത്. ഒരു പേരിന് 36,000 രൂപ. അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈസിൽ ചെയ്ത് വളർത്തിയ ടൈംഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സിന്റെ ഒരു 20 പീസോളം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം ലൂട്ടിനോ വെറൈറ്റിയിൽപ്പെട്ട ബേർഡുകളാണ്. അതിനകത്ത് വന്നിട്ടുള്ളത് ലൂട്ടിനോ പീച്ച്, അതുപോലെ തന്നെ ക്രിമിനോ പീച്ച്. ഈ 2 വെറൈറ്റിയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേർഡാണ്. ഏകദേശം ഒരു 5 മാസത്തിനകത്ത് മാത്രമാണ് പ്രായം വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്ലിപ്പിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോളനി സെറ്റപ്പിൽ ടൈംഡായിട്ട് വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയുക. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് 1000 രൂപയാണ് വരുന്നത്. ഒരു പീസിന് 1000. നമ്മൾ കാണാൻ പോകുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻഡേക്കോണറിന്റെ ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ 2 തവണ വീഡിയോ ഇട്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത എൻക്വയറിയായിരുന്നു നമുക്ക് നാൻഡേക്കോണറിന് വേണ്ടി വന്നത്. അടിപൊളി പേരുകൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും ക്ലോസിംഗ് ബേർഡുകളാണ്. DNA കൺഫേം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ബേർഡുകളെ സെറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും താല്പര്യമാണെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുക. വന്ന് കണ്ട് നേരിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുക്കാം. അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. ബേർഡുകൾ എന്ന് പറഞ്ഞാൽ 100% ബ്രീഡിംഗ് റിസൾട്ടും കാര്യങ്ങളും ഉള്ള ബേർഡുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബേർഡുകളും. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,000 രൂപയാണ്. ഈ നാൻഡേക്കോണറിന്റെ പേരെന്ന് പറഞ്ഞാൽ നല്ല ഹെവി സൈസ് ബേർഡുകളാണ് കേട്ടോ. ഇതിന് വരുന്ന പ്രൈസ് ഒരു പേരിന് 26,000 രൂപ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസിനും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങണം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഷോപ്പിൽ നമ്പറും ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്.